ഗൈസ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ആൻഡ് ക്യൂട്ടാക്കി വിളിക്കുന്ന അനോവയിൽ നിന്ന് ഇത്രയും കാലങ്ങളായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. നമ്മളൊരു ടേബിൾ ഫില്ല് ചെയ്യുന്നു, ഇതിൽ നിന്ന് ചെറിയൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ ഇതാണ് അനോവ ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് വൺ വേ അനോവ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം അതിന്റെ ഒരു ടേബിൾ ആണിത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഒരു എഫ് വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. നമ്മുടെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ എഫ് വാല്യൂ കണ്ടുപിടിക്കുന്നു. പിന്നെ സാധാരണ നമുക്ക് തരുന്ന എഫ് ടേബിൾ ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ എഫ് ആൽഫ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. സംഭവം പരിപാടിയൊക്കെ എളുപ്പമാണ്. അപ്പൊ ഈ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കേണ്ടത്. റൈറ്റ്? അപ്പൊ നോക്കിയേ, നമ്മുടെ ചോദ്യം ഇതാണ്: ദ ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ് ബൈ 3 ഡിഫറെന്റ് പാക്കിംഗ് മെഷീൻസ് ഇസ് ഗിവൺ ബിലോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മെഷീൻ എ, മെഷീൻ ബി, മെഷീൻ സി എന്ന് പറഞ്ഞ 3 മെഷീൻസ് ഉണ്ട്. അവരൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം സെക്കൻഡ്സിലാണ് നമുക്ക് ഇവിടെ ഡേറ്റ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ മെഷീൻസ് ഒക്കെ ഇവരുടെ ഈക്വലി എഫിഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. എന്താണ്? 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പൊ ഈ 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ എഫ് ആൽഫ എടുക്കാനുള്ള നമുക്കുള്ള വാല്യൂ. അപ്പൊ നമ്മൾ ഈ എഫ് ആൽഫ ഇവിടെ നിന്ന് എടുക്കേണ്ടത്, ഈ എഫ് ആൽഫ എടുക്കുന്ന ടേബിൾ 5% അല്ലെങ്കിൽ 0.05 എന്ന് പറയുന്ന എഫ് ടേബിളിൽ നിന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തരും ഇത്ര ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 1% ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ടേബിൾ 0.01 എന്നുള്ള എഫിന്റെ ടേബിളിൽ നിന്നാണ്. ഇനി ടേബിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5 തന്നെ വെച്ച് ചെയ്യാം. ഓൾ റൈറ്റ്. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് എടുക്കേണ്ട ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നമ്മുടെ ആ നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയുന്നത് മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യന്റ് എന്നുള്ളതാണ്. മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യന്റ്. ഇതാണ് നമ്മൾ എടുക്കുന്ന നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എഫ് വാല്യൂ 5% സിഗ്നിഫിക്കൻസിൽ നമ്മുടെ എഫ് ആൽഫയേക്കാൾ വലുതാവുകയാണെങ്കിൽ നമ്മൾ ഇതിനെ റിജക്ട് ചെയ്യും എന്നുള്ളതാണ്. മെഷീൻസ് ഈക്വൽ എഫിഷ്യന്റ് അല്ല എന്ന് പറയും. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ടേബിൾ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ നമുക്ക് K-1, N-K, SSB, MSB അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ ഒബ്സർവേഷൻസ് ഇല്ലേ മക്കളെ, ഇതിന്റെയൊക്കെ സം ആണ്. ഗ്രാൻഡ് ടോട്ടൽ ആണ് കറക്ഷൻ ഫാക്ടർ. ഗ്രാൻഡ് ടോട്ടലിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ. ഇവിടെ 1, 2, 3, 4, ഇവിടെ 3 എണ്ണം, അങ്ങനെ ടോട്ടലി നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 12 ഒബ്സർവേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ എൻഡ് എന്ന് പറയുന്നത്. സോ കറക്ഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെയുള്ള ടോട്ടൽ ഇതിന്റെയൊക്കെ സം എടുക്കാം. എല്ലാ ഒബ്സർവേഷൻസിന്റെയും സം എടുത്ത് അതിനെ നമ്മൾ സ്ക്വയർ എടുത്ത് ഈ n വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്ത് വരും? 61ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണെന്ന് വരും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ 61 സ്ക്വയർ ഇൻറ്റു ഡിവൈഡഡ് ബൈ 12 എന്ന് വന്നു. സോ നിങ്ങൾ കിട്ടുന്ന ആൻസർ 310.08 എന്നുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ TSS, സം ഓഫ് ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ. എന്തായത് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് 4, 3, 5, 4, 3, 4, 4 അങ്ങനെ കുറെ ഒബ്സർവേഷൻസ് ഇല്ലേ, ഇതിന്റെയൊക്കെ സ്ക്വയർ എടുക്കുന്നു, സം എടുക്കുന്നു. അതാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് TSS കിട്ടുക. ഓക്കെ, TSS എന്ന് പറഞ്ഞാൽ 345 ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചു. 345 മൈനസ് കറക്ഷൻ ഫാക്ടർ എത്രയാ? 310.08. സോ നമ്മുടെ കറക്ഷൻ TSS എന്ന് പറയുന്നത് 34.92 ആയിരിക്കും. ഓക്കെ, TSS കിട്ടി. ഇനി നോക്കിക്കേ, ഈ TSS നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയുക. ഇവിടെയാണ് TSS ഉള്ളത്. ഓക്കെ, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിന്റെ ടോട്ടലാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണ്ടത് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ്. നമുക്കറിയാം സാമ്പിൾസിൽ ബിറ്റ്വീൻ സാമ്പിൾസ്, വിതിൻ സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അനോവയിൽ പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ് SSB എന്ന് പറയുന്ന കോളം, പിന്നെ വിതിൻ സാമ്പിൾസ് SSW, ഇത് രണ്ടുമാണ് നമുക്ക് ഇനി ഫിൽ ചെയ്യാനുള്ളത്. അപ്പൊ അത് ഫിൽ ചെയ്യേണ്ടത് നോക്കി, സമ്മേഷൻ ഓഫ് TI സ്ക്വയർ ബൈ NI മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇനി എന്താണ് TI സ്ക്വയർ? TI സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ടോട്ടൽ, T1, T2 കണ്ടോ, ഇതിനെയാണ് നമ്മൾ TIകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ TI സ്ക്വയർ ബൈ NI. NIകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് N1, ഇതാണ് N2, ഇതാണ് N3. അതായത് ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ്. അപ്പൊ TI സ്ക്വയർ ബൈ NI സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ ബൈ ഇവിടെ 4 എലമെന്റ് ഉണ്ട്. അപ്പൊ 16 സ്ക്വയർ ബൈ 4 വരും. ഓക്കെ, 16 സ്ക്വയർ ബൈ 4 പ്ലസ് സമ്മേഷൻ അല്ലേ. അപ്പൊ അടുത്തത് എടുക്കുക. അടുത്തതിൽ എത്രയാ? 11 ആണ് T2. അപ്പൊ അതിന്റെ സ്ക്വയർ ബൈ ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട്. സോ 11 സ്ക്വയർ ബൈ 3
പ്ലസ് ഇവിടെയോ T3 34 സ്ക്വയർ ബൈ 5 34 സ്ക്വയർ ബൈ 5 ഇത്രയും സം എടുക്കുക. അതിൽ നമ്മൾ കറക്ഷൻ ഫാക്ടർ ആയിട്ടുള്ള 310.08 സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 25.45 എന്നുള്ളതാണ്. സോ SSB എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് 25.45 ആണ്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ നമുക്ക് വേണ്ടത് SSW ആണ്. SSW എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി ഒരു TSS കണ്ടുപിടിച്ചില്ലേ, TSSൽ നിന്ന് SSB സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം ഈ രണ്ടിന്റെയും സമ്മാണ് TSS എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൽ TSSൽ നിന്ന് SSB സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, സോ TSS എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയായിരുന്നു 345 അല്ല 345 അല്ല 34.92 മൈനസ് SSB എത്രയാണ് കിട്ടിയേ 25.45. ഓക്കെ, സോ ഈ കാൽക്കുലേഷൻസ് കണ്ടോ മക്കളെ, ഇങ്ങനെ നമ്മൾ ഈ ഫോർമുലാസ് പഠിച്ചു വെക്കുന്നു, കാൽക്കുലേഷൻസ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ആണ്. 9.47 ആണ് SSW. അപ്പോൾ ആ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് MSB MSW എന്നുള്ള രണ്ട് കോളത്തിലേക്കാണ്. അതിന്റെ ഫോർമുലാസ് എന്ന് പറയുന്നത് നോക്കിക്കേ, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതാണ് നമ്മുടെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വരിക. അപ്പൊ നമുക്കറിയാം സം ഓഫ് സ്ക്വയേഴ്സ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസും സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസും അല്ലെ. അപ്പം അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസും സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസും SSB നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ മീൻ ആണ് വേണ്ടത്. MSBയും MSW ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ ജനറൽ ഫോം ആണ് ഈ പറഞ്ഞേക്കുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് നോക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് കേസിൽ ബിറ്റ്വീൻ സാമ്പിൾസ് ആണെങ്കിൽ K-1ഉം വിതിൻ സാമ്പിൾസ് ആണെങ്കിൽ N-K ആണ്. ഇനി എന്താണ് K നോക്കിക്കേ, ഇവിടെ എത്ര ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. 3 മെഷീൻസ് അല്ലേ എടുത്തിരിക്കുന്നത്, അപ്പൊ 3 ആണ് നമ്മുടെ K എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ ഓൾറെഡി 12 ആണ് കണ്ടുപിടിച്ചല്ലോ. യെസ്, അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ TSS ടോട്ടൽ, അപ്പൊ 12 - 1 11 ആണ് TSSന്റെ നമ്മുടെ ടോട്ടൽ TSSൽ വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. SSBയിൽ വരുന്ന K-1, അപ്പൊ 3 ആണ് നമുക്ക് ടോട്ടൽ ട്രീറ്റ്മെന്റ്സ്. 3 മെഷീൻസ് അല്ലേ ഉള്ളത്, അപ്പൊ 3 - 1 2 ആണ് നമ്മുടെ SSB. ഇനി SSW എന്ന് പറഞ്ഞാൽ N-K, അതായത് 12 - 3 which is equal to 9. അപ്പൊ ഇത് 3 ആണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് MSWയും MSBയും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ SSBനെ നമ്മൾ അതിന്റെ SSBന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ MSB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും SSB by K-1. സോ ഇവിടെ നോക്കിയേ, MSB is equal to SSB by K-1. SSB നമുക്ക് കിട്ടിയത് ഇവിടെ 25.45 25.45 ഡിവൈഡഡ് ബൈ K-1 2 അല്ലേ, 2 ആണ്. ഓക്കെ, അപ്പൊ ഇത് 12 പോയിന്റ് സംതിങ് വരും അല്ലേ. 25.45 ഡിവൈഡഡ് ബൈ 2 12.725 ആണ് നമ്മുടെ MSB. ഓക്കെ, ഇനി MSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയത് 9.47 ആണ് SSW ഡിവൈഡഡ് ബൈ N-K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ഓക്കെ, SSW ഡിവൈഡഡ് ബൈ N-K. അപ്പൊ നോക്കി 9.47 ഡിവൈഡഡ് ബൈ 9 1.052. ഓക്കെ, ഇതാണ് MSW എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാൽക്കുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ F എന്ന് പറയുന്ന നമ്മുടെ വാല്യൂലേക്ക് നമ്മൾ കൺക്ലൂഷൻ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. F is equal to MSB by MSW. ഓക്കെ, MSB by MSW ആണ് F എന്ന് പറയുന്നത്. MSB എത്രയായിരുന്നു 12.725. MSW എത്രയാ മക്കളെ 1.052. ഇവിടെ നമുക്ക് F വാല്യൂ കിട്ടും. ഓക്കെ, ലെറ്റ്സ് കാൽക്കുലേറ്റ്. 12.725 ഡിവൈഡഡ് ബൈ 1.052. അപ്പൊ 12.096 ആണ് നമ്മുടെ F വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടീഷൻ എന്താണ്, F ആൽഫ കൂടെ കണ്ടുപിടിക്കണം അല്ലേ. F ഗ്രേറ്റർ ദാൻ F ആൽഫ ആണെങ്കിൽ നമ്മൾ മെഷീൻസ് ഒക്കെ ഈക്വലി എഫിഷ്യന്റ് ആണ് എന്നുള്ള നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. അപ്പൊ F ആൽഫ കണ്ടുപിടിക്കണം. F ആൽഫ, ഇനി ആൽഫ എന്താണെന്ന് നോക്കാം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F of K-1 N-K ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ മക്കളെ, F of K-1 N-K ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടുന്ന് K-1 എന്ന് പറഞ്ഞാൽ എത്രയാ, K-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. സോ F of 2,9 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയായിരുന്നു, 5% ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടേബിളിൽ 0.05 എന്ന് പറഞ്ഞ് ടേബിൾ എടുക്കാം. എന്നിട്ട് F
29 അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ 2 ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ ഇവിടെ മേലെ നോക്കുക, അതിൽ താഴേക്ക് 9ന്റെ വാല്യൂ നോക്കുക. ഇത് രണ്ടും കൂടെ കൂടി ചേരുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എഫ് ആൽഫ ആയിട്ട് കിട്ടുന്നത്. സോ എഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? എഫ് ആൽഫ ഇസ് ഈക്വൽ ടു 4.26. ഇവിടുത്തെ 4.26 ആണ്. ഇനി ഒന്ന് കമ്പയർ ചെയ്തേ മക്കളെ, എഫ് ആൽഫ ഒന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ടേബിൾ ഒന്ന് ഫിൽ ചെയ്ത് കളയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഒക്കെ ഉണ്ട്. ബിറ്റ്വീൻ സാമ്പിൾസ് ആണെങ്കിൽ K-1 ആയിരുന്നു അല്ലേ? ബിറ്റ്വീൻ സാമ്പിൾസ് K-1 2, പിന്നെ ഇവിടെ 9, ഇവിടെ ടോട്ടൽ 11. ഓക്കെ, സം ഓഫ് സ്ക്വയേഴ്സിന്റെ എത്രയായിരുന്നു നമുക്ക് വന്നത്? SSB എന്ന് പറയുന്നത് 25.45, പിന്നെയോ SSW എന്ന് പറയുന്നത് 9.47. ടോട്ടൽ എത്രയാണ് വന്നത്? ടോട്ടൽ വന്നത് 34.92. ഓക്കെ, 34.92. MSS MSB എത്രയൊക്കെ വന്നത് എന്ന് പറഞ്ഞേ? 12.75, 12.725. പിന്നെ വന്നത് 1.052 അല്ലേ? ഇനി എഫ് വന്നത് എത്രയാ? എഫ് നമുക്ക് ആക്ച്വലി ഇവിടെ ടോട്ടലി രണ്ടും കൂടെ ഒന്നിച്ചാണ് എഴുതേണ്ടത്. രണ്ടിന് ഡിവിഷൻ വന്നപ്പോൾ 12.096 എന്ന് വന്നു. എഫ് ആൽഫ നമുക്ക് എത്ര കിട്ടി? 4.26 എന്ന് കിട്ടി. ഓക്കെ, ഇനിയാണ് കമ്പാരിസൺ. ഇവിടെ നോക്കി, എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണ് അല്ലേ? 12.9096 ഗ്രേറ്റർ ദാൻ 4.26 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. റിജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസ് അല്ല, മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് അറ്റ് 5% ലെവൽ. സോ മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. ക്ലിയർ ആയോ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ അനോവ ടെസ്റ്റ് നടത്തേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ? ഇത്രയും ഈ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള ഒരു ടാസ്ക്. കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ NKG ഇതൊന്നും മാറിപ്പോവരുത്. ഓക്കെ, ഒന്നുകൂടി പറയാണ്, നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലിന്റെ സ്ക്വയർ എടുത്തിട്ട് ടോട്ടലി എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കി അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ CF കണ്ടുപിടിച്ചു. TSS കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ ഒബ്സർവേഷൻസിന്റെയും സ്ക്വയർ എടുത്ത് സം എടുത്ത് കറക്ഷൻ ഫാക്ടർ സബ്ട്രാക്ട് ചെയ്തു. പിന്നെ SSB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? TI² ചെയ്തിട്ട് സം എടുത്തിട്ട് അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ കുറച്ചു. പിന്നെ TSS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ SSW കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അതിന്റെ മീനുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കയ്യിലിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അനോവയിൽ നിങ്ങൾക്ക് വരുന്നത്. റെഡി? ഇനി നോക്കിക്കേ, ഇതേപോലത്തെ ടേബിൾ, അതായത് അനോവ ടേബിൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് തരും. ഇതാണ് ഇനി രണ്ടാമത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. അനോവ ടേബിളിൽ 2-3 വാല്യൂസ് മാത്രം തരും. നിങ്ങൾ ഈ അനോവ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് വരിക. അപ്പോൾ നോക്കി, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 15 തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് N-K എന്ന് പറയുന്നത് 15 ആണ് എന്ന് തന്നിട്ടുണ്ട്. അല്ല, N-K അല്ല, N-1. ഓക്കെ, ഞാൻ ഇത് കമ്പയർ ചെയ്യാം. ഇവിടെ നോക്കി, N-1 15 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്നുള്ള TSS ഒരു 193.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഏതാ വാല്യൂ വരിക? MSW അല്ലേ? MSW ഒരു 4.5 ആണ് തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് മൊത്തം നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. അപ്പോൾ നോക്കി, N-1 15 ആണെങ്കിൽ ക്യാപിറ്റൽ N എത്രയായിരിക്കും? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ N 16 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ്. ഇപ്പം നോക്കി, എന്തൊക്കെ റിലേഷൻസ്, ഇപ്പം ഓരോ ഒബ്സർവേഷൻസിൻ്റെയും തമ്മിൽ ഒരു ഫോർമുലാസ് തമ്മിൽ റിലേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു TSS എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലേ? TSS. പിന്നെ ഇവിടെ ഒരു MSW നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് രണ്ടാമത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാനുള്ളത്, number of crimes reported per week due to the excess use of alcohol at 5 major cities were analyzed during a month and the following ANOVA table was obtained. Complete the table and write the inference. Complete the table and write the inference. കണ്ടോ, ഇതിൽ നമുക്ക് വേറെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനില്ല. ഈ ടേബിളിൽ 2-3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അനോവയിൽ നിന്ന് വരാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഇപ്പം ഇവിടെയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1 15 ആണെന്ന് തന്നിട്ടുണ്ട്. N-1 15 ആണെങ്കിൽ ക്യാപിറ്റൽ N ടോട്ടൽ 16 ആയിരിക്കും. ഓക്കെ, പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ MSW അല്ലേ? MSW 4.5 ആണെന്നും ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് 193.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ,
ശരിക്കും ഇത് മാത്രം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ക്വസ്റ്റിൽ ഒരു ഹിന്റ് ഉണ്ട്. ദർ ആർ 5 മേജർ സിറ്റീസ് എന്നാ പറഞ്ഞത്. നമ്മൾ നേരത്തെ മെഷീനിൽ 3 മെഷീനിൽ എടുത്തപ്പം ഏതായിരുന്നു 3 ആയിട്ട് എടുത്തത്? കെ ആണ് അല്ലേ? കെ ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ 5 മേജർ സിറ്റീസിനെയാണ് നമ്മൾ നോക്കുന്നത്. സോ കെ ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. സോ അത് വളരെ വലിയൊരു വഴിത്തിരിവാണ് മക്കളെ. കാരണം കെ ഈക്വൽ ടു 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് 5 കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള ക്രൈംസ് ആണ് അല്ലെ? mu1 ഈക്വൽ ടു mu2 ഈക്വൽ ടു mu3 ഈക്വൽ ടു mu4 ഈക്വൽ ടു mu5. 5 സിറ്റീസിലും ഒരേ നമ്പർ ഓഫ് ക്രൈംസ് ആണ് എന്നുള്ളതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കിയേ, ഇപ്പൊ കെ ഈക്വൽ ടു 5 ആണ്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓരോന്നും എന്ത് വരും? കെ ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 വരും അല്ലെ? ഇവിടെ എന്ത് വരും? n മൈനസ് കെ വരും. n 16 ആണ്, കെ 5 ആണ്. സോ 16 മൈനസ് 5 9 വരും. ഓക്കെ, സോറി, 16 മൈനസ് 5 11 വരും. 16 മൈനസ് 5 11. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടോട്ടലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇനി ഇവിടെ MSS അല്ലെങ്കിൽ MSW നമ്മുടെ കയ്യിലുണ്ട്. MSW നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ SSW കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ ഉണ്ട്. SSW is equal to n minus k into MSW. n minus k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. 11 into MSW എത്രയാ? 4.5 ആണ്. സോ നമ്മുടെ വാല്യൂ എന്ത് വരും? 49.5 ആണെന്ന് വരും അല്ലേ? അപ്പൊ SSW നമുക്കിവിടെ SSW 49.5 എന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി 49.5 നമുക്ക് SSW കിട്ടിക്കഴിഞ്ഞാൽ SSB എന്തായിരിക്കും? TSS ൽ നിന്ന് SSW മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 193.5 മൈനസ് 49.5 ആയിരിക്കും ഏത് വരുന്നത്? SSB വരുന്നത്, റൈറ്റ്? SSB വരുന്നത്, സ്കമ്പർ സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് വരുന്നത്. സോ 193.5 മൈനസ് 49.5 144 ആയിരിക്കും SSB വരിക. 144. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് കോളം. ഇനി നോക്കിക്കേ, ഇത് വേണം 144/4 ചെയ്ത് കഴിഞ്ഞാൽ 144/4 ചെയ്ത് കഴിഞ്ഞാൽ 36. ഇത് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSB/MSW. MSB എന്ന് പറഞ്ഞാൽ ഇവിടെ 36 ആണ്, MSW 4.5 ആണ്. വാല്യൂ കിട്ടുന്നത് എഫിന്റെ വാല്യൂ 8 ആണ്. ഓക്കെ, എഫ് നമുക്ക് ഇവിടെ നമുക്ക് 0.01 ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എഫ് കണ്ടുപിടിക്കാം. എഫ് സിഗ്നിഫിക്കൻസ് ലെവൽ 0.05 വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. 0.05 നമുക്ക് വേണ്ടത് എഫ് ഓഫ് കെ മൈനസ് 1 n മൈനസ് കെ അല്ലേ? അപ്പം എഫ് ഓഫ് കെ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. n മൈനസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. ഓക്കെ, അപ്പൊ 411 നമ്മൾ നോക്കേണ്ടത്. 411 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഇവിടെ 11 രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന വാല്യൂ 3.36. സോ എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 8 ആയിരുന്നു. എഫ് ആൽഫ നമുക്ക് കിട്ടിയത് 3.36 ആണ്. മക്കളെ, എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? എല്ലാ സിറ്റീസിലും ക്രൈമിന്റെ നമ്പർ ഈക്വൽ ആണെന്നാണ് നമ്മൾ എടുത്തത് അല്ലേ? അപ്പൊ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തത് കൊണ്ട് ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ്. അപ്പൊ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് ആവുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്രൈംസ് ആർ ഡിഫറെന്റ് ഇൻ നമ്പർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അനോവയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് പ്രോബ്ലം വൈസ് ആണ്. പിന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻസ് ഓഫ് അനോവയാണ്. അതൊരു തിയറി പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് മേജർലി നമുക്ക് അനോവയിൽ നിന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക, മിടുക്കന്മാരായിട്ട് വരിക.